വിസിഷ് മീഡിയയുടെ കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കത്തോലിക്ക സഭയ്ക്ക് 7 പുതിയ വിശുദ്ധർ. ലിയോ 14 പാപ്പയുടെ പുസ്തകം വരുന്നു. കത്തോലിക്കരുടെ എണ്ണത്തിൽ വർധനവ്, പക്ഷേ ദേവവിളി കുറവ്. കല്യാൺ അതിരൂപതയായി. പ്രഥമ ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ സ്ഥാനാരോഹണം ചെയ്തു. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് പുതിയ മെത്രാൻ. വാർത്തകൾ വിശദമായി. കത്തോലിക്ക സഭയ്ക്ക് 7 പുതിയ വിശുദ്ധർ. ഒക്ടോബർ 19 വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യേ ലിയോ 14 പാപ്പ 7 വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. രക്തസാക്ഷികളും അൽമായരും സന്യാസ സമൂഹ സ്ഥാപകരുമായ വ്യക്തികൾ ഉൾപ്പെടുന്നതാണ് പുതിയ വിശുദ്ധഗണം. പാപ്പുവ ന്യൂ ഗിനിയായിക്ക് ആദ്യമായി ഒരു വിശുദ്ധനെയും വെനിസ്വലയ്ക്ക് 2 വിശുദ്ധരെയും ഈ നാമകരണ പ്രഖ്യാപനത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് ചൗക്രല മലോയാൻ, പീറ്റർ തൊറോത്ത്, വിൻചെൽസ മരിയ പൊളോണി, കാർമൻ എലേന റെൻഡിലിസ് മാർട്ടിനസ്, മരിയ ത്രൊങ്കാത്തി, ഹോസെ ഗ്രെഗോറിയോ ഫെർണാണ്ടസ് സിസ്നോറസ്, ബെർത്തലോ ലോങ്കോ എന്നിവരാണ് പുതിയ വിശുദ്ധർ. അർമേനിയൻ വംശഹത്യയുടെ കാലത്ത് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ വിസമ്മതിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിയായ വ്യക്തിയാണ് ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ്. 2ാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ അധിനിവേശ കാലത്ത് വിശ്വാസത്തിന്റെ പേരിൽ മരണം വരിച്ച അൽമായനും ആദിവാസി സമൂഹാംഗവുമാണ് പീറ്റർ തോ. ദരിദ്രരുടെ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ജോസ് ഗ്രിഗോറിയോ. ഇക്വഡോറിൽ ആമസോൺ മഴക്കാടുകളിൽ തദ്ദേശ ജനതകൾക്കിടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ വ്യക്തിയായിരുന്നു മരിയ ത്രൊങ്കാത്തി. ജീവിതകാലം മുഴുവൻ ഇടതുകരമില്ലാതെ ജീവിച്ച് അക്കാരണത്താൽ തന്നെ പല സന്യാസ സമൂഹങ്ങളും തള്ളിക്കളഞ്ഞ വ്യക്തിയായിരുന്നു മരിയ ദെൽ കാർമെൻ. സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി ഓഫ് വെറോണയുടെ സ്ഥാപകയാണ് വിൻസെഷ്യ മരിയ. സാത്താൻ ആരാധകൻ വരെ ആയിരുന്ന വ്യക്തി പിന്നീട് മാനസാന്തരപ്പെട്ടതിന്റെ കഥയാണ് ബെർത്തലോ ലോങ്കോയുടെ ജീവിതം. ലിയോ പാപ്പ നടത്തുന്ന 2ാമത്തെ വിശുദ്ധ പദപ്രഖ്യാപനമാണ് ഒക്ടോബർ 19 നടന്നത്. ലിയോ 14 പാപ്പയുടെ പുസ്തകം വരുന്നു. ലിയോ 14 പാപ്പയുടെ പ്രഭാഷണങ്ങളും ധ്യാനചിന്തകളും കോർത്തിണക്കിക്കൊണ്ടുള്ള പുസ്തകം വരുന്നു. ഫ്രീ അണ്ടർ ഗ്രേസ് റൈറ്റിംഗ്സ് ആൻഡ് മെഡിറ്റേഷൻസ് 2001-2013 എന്നാണ് പുസ്തകത്തിന്റെ പേര്. കർദിനാൾ ആയിരുന്ന അവസരത്തിൽ പാപ്പ നടത്തിയ പ്രഭാഷണങ്ങളുടെയും ധ്യാനങ്ങളുടെയും ലിഖിത രൂപമാണ് പുസ്തകം. അടുത്ത വർഷം പുസ്തകം പുറത്തിറങ്ങും. കത്തോലിക്കരുടെ എണ്ണത്തിൽ വർധനവ്, പക്ഷേ ദേവവിളി കുറവ്. ലോക മിഷൻ ഡേ ദിനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ ന്യൂസ് ഏജൻസിയായ ഫിദെസ് പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. എന്നാൽ വൈദിക സന്യസ്ത ദേവവിളി വളരെ കുറവാണ്. ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക ഭൂഖണ്ഡങ്ങളിലാണ് കത്തോലിക്ക വിശ്വാസികൾ വർദ്ധിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ലോക ജനസംഖ്യയുടെ 17.8% കത്തോലിക്കരാണ്. പക്ഷേ ആഗോളതലത്തിൽ വൈദിക സന്യസ്ത ദേവവിളി ആഫ്രിക്കയിലും ഏഷ്യയിലും ഒഴികെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്യാൺ അതിരൂപതയായി. പ്രഥമ ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ സ്ഥാനാരോഹണം ചെയ്തു. മഹാരാഷ്ട്രയിലെ കല്യാൺ രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടു. അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ സ്ഥാനമേറ്റു. താനെയിലെ കല്യാൺ സെന്റ് തോമസ് കത്തീഡ്രലിൽ ഒക്ടോബർ 19 ഞായർ ഉച്ചകഴിഞ്ഞ് 2:30 ഇതോടനുബന്ധിച്ച തിരുക്കർമ്മങ്ങൾ നടന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായിരുന്നു. സഭ കൂരിയ ചാൻസലർ റവർ ഡോക്ടർ എബ്രഹാം കാവിൽപുരയിടത്തിൽ കല്യാൺ രൂപതയെ അതിരൂപതയായും മാർ വാണിയപുരയ്ക്കലിനെ പ്രഥമ ആർച്ച് ബിഷപ്പായും ഉയർത്തിക്കൊണ്ടുള്ള കൽപ്പന വായിച്ചു. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വചന സന്ദേശം നൽകി. ബിഷപ്പ് മാർ തോമസ് ഇലവനാൽ, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ ജോർജ് വാണിയപുരയ്ക്കൽ ആർച്ച് ഡീക്കനായിരുന്നു. 35 മെത്രാൻമാർ ചടങ്ങിൽ പങ്കെടുത്തു. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് പുതിയ മെത്രാൻ. നെയ്യാറ്റിൻകര രൂപതയുടെ പുതിയ മെത്രാനായി ഡോക്ടർ ഡി സെൽവരാജൻ നിയമിതനായി. നിലവിലെ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ 75 വയസ്സ് പൂർത്തിയായപ്പോൾ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. ഇന്നത്തെ കാത്തോലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വെള്ളിയാഴ്ച വീണ്ടും കാണാം.